ശ്രീ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വലിയ തോതിൽ സഹായം നൽകിയ രാജ്യം തുർക്കിയാണ്. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒക്കെ സഹായിച്ചു. എന്തിനാണ് ആ സഹായം എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഇതേ തുർക്കി ബംഗ്ലാദേശിലേക്ക് കടന്നു വരുന്നു. അതായത് എർദോഗൻ്റെ ലക്ഷ്യം പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നീക്കമാണോ? അതായത് ഇപ്പോൾ ചിറ്റഗോങ്ങിലും നാരായൺഗഞ്ചിലും 2 നഗരങ്ങളിൽ തുർക്കിയുടെ 2 പ്രതിരോധ വ്യവസായ സമുച്ചയങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പ്രതിരോധ രംഗത്ത് മറ്റേ ബംഗ്ലാദേശുമായിട്ട് ചേർന്നിട്ട് ഈ ആയുധ നിർമ്മാണമൊക്കെ ഉണ്ടല്ലോ, അതെ, അതുപോലെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ബൈറാക്ടറോ ഒക്കെ നിർമ്മിക്കാനുള്ള പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ബംഗ്ലാദേശിലും ചെയ്യാനായിട്ട് തീരുമാനമുണ്ട്. ഇപ്പോൾ കരാറുമായിട്ടുണ്ട്. വലിയൊരു പ്രതിരോധ കരാർ ബംഗ്ലാദേശും തുർക്കിയും തമ്മിൽ വരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് എന്താന്ന് വെച്ചാൽ സൈപ്പർ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടി ആണ്. സൈപ്പർ മിസൈലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുകൾ വരാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. പിന്നെ ഡ്രോണുകളുടെ സംയുക്ത ഉൽപാദനത്തിന് കരാർ വരാൻ പോകുന്നു എന്ന് പറയുന്നു. മുൻപ് ബൈറാക്ടർ TB2 TRG അല്ലേ, ബൈറാക്ടർ, പിന്നെ TRG 300 മിസൈൽ, കോബ്ര 2 കവചിത വാഹനങ്ങൾ. അതായത് ബൈറാക്ടർ TB2 TRG 300 മിസൈൽ, കോബ്ര 2 കവചിത വാഹനങ്ങൾ, ബൊറാൻ പീരങ്കികൾ, ഇതൊക്കെ വാങ്ങാനും പണിയാനും ഒക്കെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശും തുർക്കിയും തമ്മിൽ കരാർ ഉണ്ടാകുന്നതായിട്ടും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശ് പ്രധാനപ്പെട്ട ഒരു വിപണി മാത്രമല്ല, ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയിൽ തുർക്കിയുടെ ഒരു സ്വാധീന വലയത്തിൽ മറ്റേ എർദോഗൻ ഒരു ഖലീഫയായിട്ട് അദ്ദേഹത്തിന് സൗദിയുടെ സ്വാധീനമൊക്കെ തൂത്തെറിഞ്ഞ് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെയൊക്കെ ഖലീഫയും സുൽത്താനുമായി തീരണം എന്ന ആഗ്രഹം ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ബംഗ്ലാദേശുമായിട്ട് വലിയ പ്രതിരോധ കരാറുകൾ വരുന്നതായിട്ടാണ് റിപ്പോർട്ട്. വ്യവസായ പ്രതിരോധ സമുച്ചയങ്ങൾ, മിസൈലുകൾ സംയുക്തമായിട്ട് നിർമ്മിക്കുക, കവചിത വാഹനങ്ങൾ ഉണ്ടാക്കുക, പിന്നെ പീരങ്കികൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യാൻ പോകുന്നതായിട്ടാണ് റിപ്പോർട്ട്. മൊത്തത്തിൽ സൗദി നേതൃത്വത്തിന് ഇസ്ലാമിക ലോകത്ത് നിന്ന് നേതൃത്വത്തിൽ നിന്ന് കെട്ടുകിട്ടിക്കണം എന്നാണ് ലക്ഷ്യം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ സമുദ്രത്തിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യവും അയാൾക്കുണ്ട്. 2023 വിദേശ നയരേഖ തുർക്കിയുടെ പുറപ്പെടുവിച്ചിരുന്നു. അത് നോക്കിയാൽ ഈ ഇന്ത്യ സമുദ്രത്തിലെ താല്പര്യം കാണാൻ പറ്റും. ബംഗ്ലാദേശിന് ആദ്യത്തെ എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈലുകളുടെ എന്താ പറയുക, മിസൈലുകൾ കൊടുത്തിരിക്കുകയാണ് തുർക്കി. ബംഗ്ലാദേശിന് ആദ്യത്തെ എയർ ഡിഫൻസ് സിസ്റ്റം തുർക്കിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് 300-400 ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്തിരുന്നു. അതിൽ 2018 മുതൽ പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധം തുർക്കിക്കുണ്ട്. ഈ അത്താതുർക്ക്, ജിന്ന, UN സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യക്കെതിരെ എപ്പോഴും കശ്മീർ പ്രശ്നം തുർക്കി ഉന്നയിക്കാറുണ്ട്. അവിടെ പാർലമെൻറ്റ് സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇയാൾ കശ്മീർ പ്രശ്നം ഉന്നയിച്ചിരുന്നു. അത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളനുസരിച്ച് വേണം കശ്മീരിൻ്റെ കാര്യം തീരുമാനിക്കാൻ, അവിടെ ഹിതപരിശോധന വേണം എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു. UN തുർക്കി ഇത് ഉന്നയിച്ചിരുന്നു അല്ലേ. ആർട്ടിക്കിൾ 370 നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എതിർത്തിരുന്നു എർദോഗൻ. പിന്നെ അതുപോലെ എതിർത്ത ഒരാൾ ഖമനേയി മാത്രമാണ് ഈ ആർട്ടിക്കിൾ 370 കാര്യത്തിൽ പ്രതികരിച്ചത്. പാകിസ്ഥാനുമായിട്ട് എല്ലാ കാലത്തും വലിയ ബന്ധം തുർക്കിക്കുണ്ട്. ഇപ്പോൾ ഈ ജൂലൈ മുതൽ ഈ പ്രതിരോധ സമുച്ചയങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കരാറിലേക്ക് നീങ്ങുന്നു. നേരത്തെ
ഈ ബറാക്ടർ, പീരങ്കികൾ, കവചിത വാഹനങ്ങൾ, അതുപോലെ ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് ഈ ബംഗ്ലാദേശിൽ ഫണ്ട് കൊടുക്കുന്നത് അതുമൊക്കെ ചെയ്യുന്നുണ്ട്. റഹ്മാനിയൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റേ അൻസറുള്ള ബംഗ്ല ഇവിടെയൊക്കെ തീവ്രവാദികൾക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. 2016 ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം കുറെ കാലത്തേക്ക് തുർക്കി എർദോഗൻ വിച്ഛേദിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ബംഗ്ലാദേശ് തൂക്കിലേറ്റി. ജമാഅത്തെ ഇസ്ലാമിയാണ് തുർക്കിയുടെ കക്ഷി ബംഗ്ലാദേശിൽ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇനി അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ ഭരണത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നേതാവായ മൊത്തിയൂർ റഹ്മാൻ നിസാമിയെ 2016 മെയ് 11 അവിടെ തൂക്കിലേറ്റി. 1971 യുദ്ധ കുറ്റവാളി എന്നുള്ള നിലയ്ക്കാണ് തൂക്കിലേറ്റിയത്. അപ്പോൾ അതിൽ തുർക്കിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. തുർക്കി താൽക്കാലികമായിട്ട് അവിടെ നിന്ന് തുർക്കിയുടെ സ്ഥാനപതിയെ ബംഗ്ലാദേശിൽ നിന്ന് പിൻവലിച്ചു. എർദോഗൻ ഈ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ മൊത്തിയൂർ റഹ്മാനെ തൂക്കിലേറ്റതിനെ അപലപിക്കുകയും ചെയ്തിരുന്നു ആ കാലത്ത്. അത് അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള നിലപാട് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ചെയ്തത്. 1971 യുദ്ധക്കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായ കുറ്റമാണല്ലോ. നമ്മളാണ് ബംഗ്ലാദേശ് വിമോചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരായ നിലപാട് അന്നും തുടരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ തൂക്കിലേറ്റിയപ്പോൾ മറ്റേ എർദോഗൻ അപലപിച്ചത്. പിന്നെ മ്യാൻമറിലെ റോഹിംഗ്യകൾക്കൊപ്പമാണ് എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത് തുർക്കി. രഖീനിലെ അക്രമങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എർദോഗൻ. ബംഗ്ലാദേശിലെ റോഹിംഗ്യ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടല്ലോ ബംഗ്ലാദേശിലുള്ള റോഹിംഗ്യ അഭയാർത്ഥികൾക്കായിട്ട് ടർക്കിഷ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഏജൻസി ടിക്ക അതിൻ്റെ സഹായം ഉണ്ട്. റോഹിംഗ്യ മ്യാൻമാറിൽ നിന്ന് വന്നിട്ടുള്ള റോഹിംഗ്യ അഭയാർത്ഥികൾക്ക് തുർക്കിയുടെ സഹായമുണ്ട്. റോഹിംഗ്യ അഭയാർത്ഥികൾ ഇന്ത്യയിലും നുഴഞ്ഞു കയറുന്നുണ്ടല്ലോ. തുർക്കിക്ക് അവരുടെയും സഹായം കാണും. അവർക്ക് തുർക്കിയുടെ സഹായം കാണും. അഭയാർത്ഥി ക്യാമ്പുകൾ ബംഗ്ലാദേശിലെ അത് എർദോഗൻ്റെ ഭാര്യ യമനെയും വിദേശ കാര്യമന്ത്രി തുർക്കിയുടെ മെവ്ലൂത്ത് കവസോഗ്ലിയും സന്ദർശിച്ചിരുന്നു. എർദോഗൻ്റെ ഭാര്യ തന്നെ ഈ റോഹിംഗ്യ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ. പിന്നെ സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ടർക്കിഷ് യൂത്ത് ഫെഡറേഷൻ NGOയുടെ സഹായങ്ങളുണ്ട് ബംഗ്ലാദേശിൽ. ഈ സംഘടന ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ ഭൂപടമാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടം. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 എണ്ണം ഉള്ള ഭൂപടം. ആ ഭൂപടമാണ് ഈയിടെ പാകിസ്ഥാനിൽ നിന്നൊരു ജനറൽ വന്നല്ലോ ബംഗ്ലാദേശിലെ. അപ്പോൾ യൂനിസ് അയാൾക്ക് സംഭാവന ചെയ്ത പുസ്തകത്തിൻ്റെ കവറിൽ ഈ ഭൂപടമായിരുന്നു. അതാണ് വിവാദമുണ്ടാക്കിയത്. ഈ ഭൂപടം സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറഞ്ഞ സംഘടന പ്രചരിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ. ആ സംഘടനയ്ക്ക് ടർക്കിഷ് യൂത്ത് ഫെഡറേഷന്റെ സഹായമുണ്ട്. ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഐഡിയയുമായിട്ട് വരുന്നവർക്ക് ഇവർ തുർക്കിയുടെ സഹായമുണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശിന്. അതായത് നോർത്ത് ഈസ്റ്റും കൂടി ബംഗ്ലാദേശ് കൈയെടുക്കുക എന്നുള്ള ആശയത്തിന് തുർക്കിയുടെ സഹായമുണ്ട്. വലിയ പ്രതിരോധ കരാർ അതാണ്. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് തുർക്കിയും ബംഗ്ലാദേശും തമ്മിൽ വലിയ പ്രതിരോധ കരാറുകൾ, മിസൈല്, പീരങ്കി, ഡ്രോണുകൾ ഒക്കെ ചേർന്ന ഇതിൻ്റെയൊക്കെ സംയുക്ത നിർമ്മാണത്തിന് പാകിസ്ഥാനിലെ പോലെ തന്നെ ബംഗ്ലാദേശിലും മറ്റേ ഫാക്ടറികൾ, പ്രതിരോധ ഫാക്ടറികൾ തുർക്കിയുടേത് വരാൻ പോകുന്നു. നമുക്ക് ഏഷ്യൻ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമൊന്നും പറയാല്ലേ. നമ്മളൊരു കണ്ടം ചെയ്യാൻ പോകുന്ന ഒരു കപ്പൽ തന്നെ മാലദ്വീപിന് സംഭാവന ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യ ദ്വീപില്. അപ്പൊ മാത്രമല്ല ഈ ബറാക്ടർ എന്ന് പറഞ്ഞ ഡ്രോൺ ഫാക്ടറിയുടെ ഉടമസ്ഥൻ ആണല്ലോ എർദോഗന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ പ്രതിരോധ ഫാക്ടറികൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മകൾക്ക് സഹായം ചെയ്യുന്നു എന്നൊരു അർത്ഥമുണ്ടല്ലോ, അർത്ഥമൊക്കെ. അതാണ് തുർക്കി കാലുറപ്പിക്കുന്നു, ബംഗ്ലാദേശിൽ നമുക്ക് ഭീഷണിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.